HALന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ DK സുനിലിന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഒരു ഉന്നതതല പ്രതിനിധി സംഘം 240 AL-31FP എയ്റോ എഞ്ചിനുകളുടെ ലൈസൻസ് നിർമ്മാണത്തിനുള്ള കരാറിന് അന്തിമ രൂപം നൽകുന്നതിനായി നിലവിലിപ്പോൾ റഷ്യയിലാണ്. ഇന്ത്യൻ എയർഫോഴ്സ് സജീവമായി പ്രവർത്തിക്കുന്ന സുഖോ 30 MK യുദ്ധവിമാനങ്ങൾക്ക് ഈ എഞ്ചിനുകൾ വളരെയധികം നിർണായകമാണ്. 26,000 കോടി രൂപ ചെലവിൽ സുഖോ 30 MK ജെറ്റുകൾക്കായുള്ള 240 AL-31FP എയ്റോ എഞ്ചിനുകൾക്കായി ഈ വർഷം സെപ്റ്റംബർ 9-നാണ് പ്രതിരോധ മന്ത്രാലയം HALയുമായി കരാർ ഒപ്പിട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതിനിധി സംഘം തിങ്കളാഴ്ച റഷ്യയിൽ സന്ദർശനം നടത്തിയത്. സുഖോ 30 MK ജെറ്റുകൾ അവയുടെ പ്രവർത്തന ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ പോരാട്ടശേഷി വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വിപുലമായ നവീകരണങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുകയാണ്. കപ്പൽ നവീകരണത്തിനായി ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകരിച്ച ഏകദേശം 63,000 കോടിയുടെ വലിയ ബജറ്റിലാണ് ഈ സംരംഭം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ 2000 മണിക്കൂർ പറന്നു കഴിയുമ്പോഴും സുഖോയ്ക്ക് അതിന്റെ എഞ്ചിൻ മാറ്റേണ്ടി വരും. അങ്ങനെ സുഖോയ് വിമാനങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ HAL മാറ്റി സ്ഥാപിക്കുന്നതാണ് ഈ കരാർ. ഓരോ സുഖോ 30 MKനും 6,000 മണിക്കൂർ ആയുസ് ഉണ്ട് എന്നും അതിന്റെ ആയുസിൽ 3 സെറ്റ് എഞ്ചിനുകൾ ആവശ്യമാണ് എന്നുമാണ് HAL വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ നിർമ്മാണത്തിന് പുറമെ ഡ്രോയിങ്ങുകളും അസംസ്കൃത വസ്തുക്കളും തരംതിരിച്ചിരിക്കുന്നതിനാൽ ആവശ്യമായ ഘടകങ്ങൾ സുരക്ഷിതമാക്കാൻ റഷ്യൻ സ്ഥാപനങ്ങളുമായും HAL കരാറിൽ ഏർപ്പെടും. എന്നാൽ ഇതിന്റെ ലൈസൻസിംഗ് കരാർ വെല്ലുവിളികൾ ഉയർത്താനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും റഷ്യ പ്രാദേശിക ഉൽപാദനത്തിൽ നിന്ന് തടയുമെന്ന് പ്രതീക്ഷിക്കുന്ന നിർണായക എഞ്ചിന്റെ ഭാഗങ്ങൾ. സുഖോയ് ജെറ്റുകളുടെ സമ്പൂർണ്ണ എഞ്ചിൻ കിറ്റ് ഉൾക്കൊള്ളുന്ന 200-300 ബാർ ഘടകങ്ങൾക്കൊപ്പം വിവിധ അസംബ്ലികൾ, സബ് അസംബ്ലികൾ, നിരവധി അലോയ്കൾ എന്നിവയും HAL വാങ്ങേണ്ടി വന്നേക്കാം. എങ്കിലും ആഗോള സംഘർഷം കാരണം എഞ്ചിൻ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ വിതരണ ശൃംഖല വലിയ തോതിൽ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. റഷ്യക്കാരുമായുള്ള ഇന്ത്യൻ പ്രതിനിധി യോഗത്തിൽ ഇത് പരിഗണിക്കുമെന്നും വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. HALന്റെ കോരാപ്പൂട്ട് ഡിവിഷനാണ് ഈ എഞ്ചിനുകൾ നിർമ്മിക്കുന്നത്. നിലവിൽ IAFന്റെ ഫ്ലീറ്റിൽ ഇത്തരത്തിലുള്ള 260 ജെറ്റുകൾ ഉണ്ട്. ഇങ്ങനെ സുഖോ 30 MKയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന HAL 240 എഞ്ചിൻ കരാറിന് കീഴിൽ നിർമ്മിച്ച ആദ്യത്തെ AL-31FPO എയ്റോ എഞ്ചിൻ കഴിഞ്ഞ മാസം IAFന് കൈമാറിയിരുന്നു. ജെറ്റുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി റഷ്യയിൽ നിന്ന് HAL ഇതിനകം വാങ്ങിയ എഞ്ചിൻ കിറ്റുകളായിരിക്കും ഇതുമെന്നാണ് IAF പറയുന്നത്. കരാർ ഡെലിവറി ഷെഡ്യൂൾ അനുസരിച്ച് HAL പ്രതിവർഷം 30 എയ്റോ എഞ്ചിനുകൾ വിതരണം ചെയ്യണം. അടുത്ത 8 വർഷത്തിനുള്ളിൽ എല്ലാ 240 AL-31FP എയ്റോ എഞ്ചിനുകളുടെ വിതരണം പൂർത്തിയാക്കുകയും വേണം. ഡെലിവറി പ്രോഗ്രാമിന്റെ അവസാനത്തോടെ എഞ്ചിൻ നിർമ്മാണത്തിൽ HAL സ്വദേശിവൽക്കരണം ഉള്ളടക്കം 63% ഉയർത്തുകയും ചെയ്യും. എന്തായാലും ഈ കരാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘടകമാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിനും ഇത് സഹായകമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.